വെൽക്കം ബാക്ക്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് മുംബൈയിലെ ഒരു സ്ട്രീറ്റിലേക്കാണ് കേട്ടോ. ഫാഷൻ സ്ട്രീറ്റ് എന്നറിയപ്പെടുന്ന ഒരു സ്ട്രീറ്റിലേക്കാണ് കൊണ്ടുപോകുന്നത്. സ്ട്രീറ്റിലാണുള്ളത്. അത് നമ്മൾ ഇവിടുത്തെ ഒരു ഇത് കാണിച്ചു തരട്ടെ നിങ്ങൾക്ക്. भैया जीन्स कितना रेट है? सब अलग अलग रेट का बेटा। सब अलग अलग प्राइस का। इसमें कितना रेट है? 500 का। 500 बैगी जीन्स. बैग नहीं सर तो। बैग जीन्स 500 ആണ് വരുന്നത്. ज़ारा भैया बैगी पैंट है. बेटा लेना है तो ले ले। टिकटॉक बनाना तो गाड़ी का लफड़ा है। हाँ पूरा माल का टिकटॉक बनाने के चक्कर में तो आधे घंटे बाद है। एजेंसी का लफड़ा है थोड़ा। ओके. लेना है तो बात अलग। ഏതായാലും നമുക്കിത് അങ്ങനെ പോയോക്കല്ലേ. എന്തായാലും ഇതാ ഫുള്ള് ബാഗി പാൻറ്റുകൾ, അതേപോലെ ഒരുപാട് ഡ്രസ്സ് ഐറ്റംസുകളുണ്ട് കേട്ടോ. ചെറിയ വിലയ്ക്ക് നമുക്ക് ഇവിടുന്ന് സാധനം കിട്ടും. കുറച്ച് നേരം ബാർഗൻ ചെയ്ത് നിന്നാലും നമ്മൾ വിചാരിച്ച സംഖ്യയിൽ സാധനം കിട്ടും കേട്ടോ. കുഴപ്പമില്ലാത്ത റേറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഈ ഏരിയ ഫുള്ള് ഡ്രസ്സിൻ്റെ ഏരിയ ആണ് കേട്ടോ. ഒരുപാട് ഡ്രസ്സുകളുണ്ട്. നല്ല വില പേശിയാൽ നമുക്ക് നല്ല വില കുറവിൽ നമുക്ക് ഇവിടുന്ന് ഡ്രസ്സ് കൊണ്ടുപോകാം കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ മുംബൈയിലെ ഫാഷൻ സ്ട്രീറ്റ്. ഒരുപാട് ഇങ്ങനെ കണ്ട് ഒരുപാട് ഇങ്ങനെ നടന്ന് കാണാനുള്ളതുണ്ട് കേട്ടോ. അത്യാവശ്യം ഉണ്ട്. പിന്നെ ഫുട്വെയർ ഐറ്റംസ് ആണെങ്കിൽ അങ്ങനത്തെ ഉണ്ട്. ഒരുപാട് സംഗതികളുണ്ട്. ബാഗ് ഐറ്റംസോട് ലേഡീസിൻ്റെ ഡ്രസ്സ് കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് സംഗതികൾ ഇതാ നമ്മളിതാ ഇതിലിങ്ങനെ നടക്കുമ്പോൾ കാണാം. എന്തായാലും ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് ക്യാഷൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം സാധനം എടുത്ത് പോകട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ വേറൊരു കൊളാബ സ്ട്രീറ്റ് പറഞ്ഞൊരു സ്ട്രീറ്റും കൂടി ഉണ്ട്. അവിടെ നമുക്ക് പോയേക്കാം. അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അതേപോലെ ചില സാധനത്തിന്മേൽ ഇതേപോലെ ഒരു ഡ്രസ്സിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ തൂക്കിയിട്ടുണ്ട്. പക്ഷെ ആ ഒരു സാധനത്തിൻ്റെ റേറ്റ് നമ്മൾ എത്ര ബാർഗൻ ചെയ്താലും കുറയില്ല എന്നാണ് അവർ പറയണത്. അത് ഫിക്സഡ് റേറ്റ് ആക്കി വെച്ചതാണ് അവർ പറയണത്. എന്തായാലും ഫിക്സഡ് ഇതേപോലെ ആ മഞ്ഞ സ്റ്റിക്കറില്ലാത്ത ഡ്രസ്സുകളൊക്കെ കാണാം. അതിന്മേലൊക്കെ നമ്മൾ ബാർഗൻ ചെയ്താൽ നമുക്ക് വില കുറഞ്ഞു കിട്ടും. എന്തായാലും ഈ ഒരു ഏരിയ മൊത്തം നമ്മളിതാ നടക്കാൻ അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഒരുപാട് നടക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ മൊത്തം ഡ്രസ്സിൻ്റെതാണ്. അതേപോലെ കുറച്ച് അപ്പുറത്തൊക്കെ ഫുട്വെയറും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ഫുട്വെയർ കാര്യങ്ങളുണ്ട്. അതേപോലെ ഒരുപാട് സംഗതികളുണ്ട്. എന്തായാലും മുംബൈയിലെ ഫാഷൻ സ്ട്രീറ്റ് പറഞ്ഞാൽ ഇതാണ് സംഭവം. അതായത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കണ്ടോക്കാം അല്ലേ. പിന്നെ ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ മലയാളീസ് ആകുമ്പോൾ റേറ്റ് കൂട്ടിയൊക്കെ പറയും. പക്ഷേ മാക്സിമം നമ്മൾ പറഞ്ഞ് ചവിട്ടി കുറച്ച് തരും കേട്ടോ. ഇപ്പം ഞാനവിടെ ക്യാപ്പിന് റേറ്റ് വെച്ചിട്ട് 300-400 റുപ്യാണ് ക്യാപ്പിന് റേറ്റ്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ 300-200 റുപ്യ 300-400 നമ്മുടെ നാട്ടിൽ തന്നെ സെയിം റേറ്റ്. നമ്മുടെ നാട്ടിലത്തെ റേറ്റാണ് നമ്മളോട് പറയാം. പക്ഷേ ബാർഗിൻ ചെയ്താൽ സെറ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഞാൻ ബാർഗിൻ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് 100 റുപ്പീസിനൊക്കെ സാധനം തരാൻ പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇത് ഫുള്ള് ചെരുപ്പുകളാണ് കേട്ടോ. ചെരുപ്പുണ്ട്, ഷൂ ഉണ്ട്, അങ്ങനത്തെ ഒരു ഷോപ്പാണ്. ഒക്കെ അടുത്തടുത്തായിട്ടാണ് കേട്ടോ. ഈ എല്ലാം അടുത്തടുത്തായിട്ടാണ് നമ്മൾ ഈ കാണുന്നത് ഫുള്ള്. അപ്പോൾ ഇത് ഫുള്ളി ഫാഷൻ സ്ട്രീറ്റാണ് കേട്ടോ. ഈ ഒരു സൈഡ് മൊത്തം അത്യാവശ്യം കിലോമീറ്റേഴ്സ് നടന്ന് കാണാനുണ്ട്. പക്ഷേ അധികം ഉള്ളത് ഡ്രസ്സ്, പിന്നെ ഫാൻസി ഇല്ല, അധികം ഡ്രസ്സ്, ഫുട്വെയർ ഐറ്റംസുകളാണ് കൂടുതലായിട്ട് ഇവിടെ ഉള്ളത്. അപ്പോൾ ഏകദേശം ഞാൻ കാണിച്ചു തന്നത് തന്നെയാണ് ഇവിടെ.
ഡ്രസ്സൊക്കെ സ്റ്റാർട്ടിങ് 500 400 ഒക്കെ റേറ്റ് അവർ പറയുന്നത്. പക്ഷെ നമ്മൾ കുറേ നേരം ബാർഗൻ ചെയ്തിട്ട് വേണം റേറ്റ് കുറഞ്ഞ് കിട്ടുക. ഓക്കെ, ഇതുപോലെയുള്ള നല്ല വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ കേട്ടോ. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് ഒരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ഓക്കെ, ബൈ.